10 മിനിറ്റിനുള്ളിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ബോഡി പൂർണ്ണമായും ഡെഡ് ആവും. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ഈ സമയത്ത് ചെയ്യണം. ഈശ്വര, വല്ലാത്തൊരു സിറ്റുവേഷനിലായിപ്പോയി. അതാ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നേ. ഓ, അതൊന്നും സാരമില്ല. അനു വിളിച്ച് പറഞ്ഞപ്പോ കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലായി. ബില്ല് അതിലുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ. എവിടെ പോവാനാ? എനിക്ക് KMB ജംഗ്ഷന് സമീപത്തുള്ള ഒരു വീട്ടിൽ പോവാനാ. കൊണ്ടുചെന്ന് വിട്ടാ മതിയോ അതോ തിരിച്ചു കൊണ്ടുവരണോ? അല്ല, ഞങ്ങൾ ഓട്ടം കഴിഞ്ഞ് പോവാ, അതുകൊണ്ടാ. കൊണ്ടുപോയി വിട്ടാ മതി. എടാ, നീ ഒന്ന് ഇറങ്ങിക്കേ. കാലം നല്ല കാലവും നല്ല പെങ്ങളെ. സാധാരണ ഞങ്ങൾ ഓട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ ആരും കയറ്റാറില്ല, വള്ളിയാവുന്നേ. പിന്നെ അസമയത്ത് ഒരു പെണ്ണ് കൈ കാണിക്കുമ്പോ നിർത്താതിരിക്കാനും പറ്റില്ലല്ലോ. മനുഷ്യത്വണ്ടായി പോയില്ലേ. ഞങ്ങള് KMB ജംഗ്ഷൻ വരെ കൊണ്ടാക്കി തരാം, പിന്നെ അങ്ങോട്ട് പൊയ്ക്കോളൂല്ലോ അല്ലേ? ഓ, വലിയ ഉപകാരം ചേട്ടാ. ഞങ്ങളെ പോലുള്ള നല്ല മനസ്സുള്ള ഓട്ടോക്കാരെയൊന്നും ഇപ്പൊ കണി കാണാൻ കിട്ടില്ല. ഇപ്പൊ തന്നെ കുട്ടിയെ കണ്ടിട്ട് ഇത്രയും സമയമായി. ഞങ്ങൾ എന്തെങ്കിലും മര്യാദക്കേട് കാണിച്ചോ? ഇല്ലല്ലോ. അതാണ് വളർത്തുകൂടം. ഞങ്ങളുടെ വീട്ടുകാര് അങ്ങനെയാ വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഏത് പാതിരാത്രിയിലും ഏത് സ്ത്രീക്കും ഞങ്ങളുടെ ഓട്ടോയില് ധൈര്യമായിട്ട് യാത്ര ചെയ്യാം. അതെ, എന്റെ ഏട്ടന് സുഖമില്ലാന്ന് അറിഞ്ഞിട്ടാ ഞാൻ ഈ രാത്രിയിൽ ഇറങ്ങി പുറപ്പെട്ടത്. ഒന്ന് വേഗം വിടാവോ? ഓ, വിട്ടേക്കാം. ചേട്ടാ, ഇത് KMB ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിയല്ലല്ലോ. KMB ജംഗ്ഷനിലേക്ക് ഇത് വഴിയും പോവാം. ഇതാ എളുപ്പ വഴി. അത് വേണ്ട, എനിക്കറിയാൻ പാടില്ലാത്ത വഴി കൂടെ എന്നെ കൊണ്ട് പോകണ്ട. പണ്ട് തിരിച്ചേ, പണ്ട് തിരിക്കാനാ പറഞ്ഞേ. അടങ്ങിയിരിക്കണേ ഇവിടെ. രാത്രി എന്നില്ല പകരെന്നില്ലാതെ പെണ്ണുങ്ങളെ ഇറങ്ങിക്കോളും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. എന്നിട്ട് ഞങ്ങൾ ഉപദ്രവിച്ചെന്ന് പരാതി. ഇവളൊക്കെ ഇതുപോലെ ഇറങ്ങി നടന്നിട്ടല്ലേ ഞങ്ങൾ കുറ്റക്കാരാവുന്നത്. പിന്നെ റഹീമിന്റെ കയ്യിലേക്ക് ഓടിക്കയറിയ പെണ്ണിനെ റഹീമിന് വിടാനാ. അടങ്ങി ഒതുങ്ങിയിരുന്ന നിനക്കോളാം. ചാടിയാ നിന്നെ ഞാൻ ഇവിടെ ഇട്ട് കൊല്ലും. അടങ്ങിയിരിക്കണ ഇടയ്ക്കാതിരിക്കണി. വണ്ടി വണ്ടി വരാ അങ്ങോട്ട്. എടി നിക്കടി അവിടെ, നിക്കടി അവിടെ.
പറഞ്ഞതില്ലേ കൊണ്ട് നോക്കാം. കേൾക്കില്ലെന്ന് വെച്ചാ പിന്നെ എന്താ ചെയ്യാ? തിരുമ്മി കൊടുക്ക. ശിവ 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 സത്യ ഈ പേരുകൾ തന്നെയാണല്ലോ അല്പം മുമ്പ് ശിവേട്ടൻ പറഞ്ഞത്. അത് എന്റെ കുട്ടികളാ. ശിവന അവരെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന. അവരുമായി നല്ല ആത്മബന്ധം ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അവരുടെ പേരുകൾ പറയില്ലായിരുന്നല്ലോ. കാരണം നമ്മളിപ്പോ മരണത്തിന്റെ പിടിയിൽ നിന്ന് തന്നെയാ ശിവേട്ടനെ രക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ദേ അവരുടെ പേരുകൾ തന്നെയാ പിന്നെയും പറയുന്നേ. ശാലിനി